വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 76 സങ്കീർത്തനം ആസാഫ് രചിച്ചതാണ്. ഇതിൽ ദൈവത്തിൻ്റെ മഹത്വവും യുദ്ധത്തിൽ അവൻ്റെ വിജയം, ന്യായവിധി, ഭക്തരോടുള്ള കരുണ എന്നിവയെക്കുറിച്ചുള്ള ഒരു ജയഘോഷമാണ്. ദൈവം യഹൂദയായാലും സിയോനിലും പ്രസിദ്ധനാണ്. അവൻ ശത്രുക്കളെ തകർത്ത് തൻ്റെ ഭക്തരെ രക്ഷിച്ചു എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. സങ്കീർത്തനം 77 ദൈവഭക്തന്റെ ഹൃദയവേദനയും ദൈവത്തിൻ്റെ പഴയ അത്ഭുതങ്ങളെ ഓർത്ത് ആശ്വാസം കണ്ടെത്തലും പ്രതിപാദിക്കുന്നു. ദൈവം ഇപ്പോൾ മൗനമായിരിക്കുന്നു എന്ന തോന്നലുണ്ടെങ്കിലും അവൻ്റെ വിശ്വസ്തതയും കരുണയും കാലങ്ങളായി തെളിയിച്ചിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും, പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും. ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും, അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെപ്പറ്റി ചിന്തിക്കും. സങ്കീർത്തനം 77 11-12 തിരുവചനങ്ങൾ. സങ്കീർത്തനം 78 ആസാഫിൻ്റെ ധ്യാനമാണ്. ഇത് ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലൂടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയും മനുഷ്യരുടെ ആവർത്തിച്ച അകൃത്യങ്ങളും ദൈവത്തിൻ്റെ ദയയും ശിക്ഷയും പ്രതിപാദിക്കുന്നു. തലമുറകളെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഓർക്കാൻ പ്രേരിപ്പിക്കുന്നതും അവൻ്റെ കൽപ്പനകൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഈ സങ്കീർത്തനത്തിൽ ഉച്ചരിക്കുന്നു. സങ്കീർത്തനം 79 ആസാഫിൻ്റെ വിലാപഗാനമാണ്. ജെറുസലേമിൻ്റെ നാശവും ദൈവജനത്തിൻ്റെ അപമാനവും ദൈവത്തിൻ്റെ ദയയും പ്രതികാരവും തേടുന്ന ഹൃദയസ്പർശിയായ പ്രാർത്ഥനയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ബാബിലോണിയൻ ആക്രമണത്തെ തുടർന്നുണ്ടായ നാശം, ശവങ്ങൾ സംസ്കരിക്കപ്പെടാതെ കിടക്കുന്നത്, അയൽരാജ്യങ്ങളുടെ പരിഹാസം, ഇവയെല്ലാമാണ് ഇതിൽ വിവരിക്കുന്നത്. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.